ഡിയർ വ്യൂവേഴ്സ്, ഞാൻ രമ്യ രതീഷ്. +2 കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോയാണിത്. 2020, 21, 22, 23 വർഷങ്ങളിലെ മോഡൽ എക്സാം, ഫൈനൽ എക്സാം, എക്സാം ബേസ് ചെയ്തിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യനാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ കൂടുതലായിട്ടും ചെയ്തിരുന്നത് VHCയിലെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റ് ആയിരുന്നു. ഇനി ബിസിനസ് സ്റ്റഡീസിൻ്റെ വീഡിയോ കൂടി ചെയ്യുകയാണ്. ഓരോ ചാപ്റ്റർ വൈസ് റിവിഷനും എക്സാമിന് മുമ്പ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ മാക്സിമം കൊമേഴ്സുകാരിലേക്ക് എത്തിക്കണേ. 2023 മാർച്ച് മാസം നടന്ന ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണിത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ് വിത്ത് മിനിമം റിസോഴ്സ് ഈസ് കോൾഡ്. അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ് വിത്ത് മിനിമം റിസോഴ്സ് ഈസ് കോൾഡ് എഫിഷ്യൻസി. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള ഡിഫറൻസ്. മിനിമം കോസ്റ്റ് ഉപയോഗിച്ച് ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് പറയുന്നത് എഫിഷ്യൻസി എന്നാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം എഫിഷ്യൻസിയാണ്. അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ് വിത്ത് മിനിമം റിസോഴ്സ് ഈസ് കോൾഡ് എഫിഷ്യൻസി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ് ലൈക്ക് ലിഫ്റ്റിംഗ്, ചേഞ്ചിങ് പൊസിഷൻ എക്സെട്ര കോൾഡ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിയ സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ് ലൈക്ക് ലിഫ്റ്റിംഗ്, ചേഞ്ചിങ് പൊസിഷൻ കോൾഡ് മോഷൻ സ്റ്റഡി. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനകത്ത് വർക്ക് സ്റ്റഡി പഠിക്കുന്നുണ്ട്, അതിൽ വരുന്നതാണ് മോഷൻ സ്റ്റഡി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പ്ലാൻ ഡെവലപ്ഡ് ഫോർ വൺ ടൈം ഇവൻറ്റ് ഈസ് കോൾഡ്. ടൈപ്സ് ഓഫ് പ്ലാനിൽ വരുന്നതാണ് സിംഗിൾ യൂസ് പ്ലാൻ. എ പ്ലാൻ ഡെവലപ്ഡ് ഫോർ വൺ ടൈം ഇവൻറ്റ് ഈസ് കോൾഡ് സിംഗിൾ യൂസ് പ്ലാൻ. ഒറ്റത്തവണ മാത്രമേ ഈ പ്ലാൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻ ഈസ് കോൾഡ് ഫങ്ഷണൽ സ്ട്രക്ചർ. നാം ഉത്തരം എഴുതേണ്ടത് ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ പ്രോഡക്റ്റ് ലൈൻ. ഇറ്റ് ഈസ് കോൾഡ് ഡിവിഷണൽ സ്ട്രക്ചർ. ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും. ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിൽ സ്ട്രക്ചർ തീരുമാനിക്കുന്നത് ഫങ്ഷണൽ സ്ട്രക്ചറാണ്. പ്രോഡക്റ്റ് ലൈനിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ അതിന് പറയുന്നത് ഡിവിഷണൽ സ്ട്രക്ചർ എന്നാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് പോസിബിൾ കാൻഡിഡേറ്റ് ഫോർ എ ജോബ് ഈസ് കോൾഡ് റിക്രൂട്ട്മെൻറ്റ്. ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് പോസിബിൾ കാൻഡിഡേറ്റ് ഫോർ എ ജോബ് ഈസ് കോൾഡ് റിക്രൂട്ട്മെൻറ്റ്. നമ്മൾ സ്റ്റാഫിംഗ് ചാപ്റ്ററിൽ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും സ്റ്റാഫിങ്ങും എന്താണ് എന്ന് പഠിക്കുന്നുണ്ട്. ആ മീനിങ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഉത്തരം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പോസിബിൾ ക്യാൻഡിഡേറ്റിനെ എല്ലാം ഫൈൻഡ് ചെയ്യുന്നു. ഒരാളെ അപ്പോയിൻ്റ് ചെയ്യുകയോ സെലക്ട് ചെയ്യുകയോ കാര്യം ഇവിടെ പറയുന്നില്ല. പോസിബിൾ ക്യാൻഡിഡേറ്റ്സിനെ എല്ലാം ഫൈൻഡ് ചെയ്യുന്നത് കൊണ്ട് അതിന് പറയുന്നത് റിക്രൂട്ട്മെൻ്റ് എന്നാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ. പേ ആൻഡ് അലവൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. Pay and allowance is an example of financial incentives. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക. അത് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി പ്രോസസ് ഓഫ് എൻഷുറിങ് ദാറ്റ് ദി ആക്ടിവിറ്റീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആർ പെർഫോംഡ് ആസ് പെർ ദി പ്ലാൻ ഈസ്. ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വായിക്കുക. ദി പ്രോസസ് ഓഫ് ensuring that the activities in an organization are performed as per the plan. പ്ലാൻ അനുസരിച്ച് തന്നെയാണ് എല്ലാ ആക്ടിവിറ്റികളും എന്നുറപ്പ് വരുത്തുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കൺട്രോളിങ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ക്വാണ്ടം ഓഫ് ഫിനാൻസ് ടു ബി റൈസ്ഡ് ഫ്രം വേരിയസ് ലോങ് ടൈം സോഴ്സസ് ഈസ് റിലേറ്റഡ് ടു. ഫിനാൻസ് എവിടെ നിന്നും റൈസ് ചെയ്യണം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസിഷന് പറയുന്നത് ഫിനാൻസിങ് ഡിസിഷൻ എന്നാണ്. ഫിനാൻഷ്യൽ ഡിസിഷനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഫിനാൻഷ്യൽ ഡിസിഷൻ. ഫിനാൻസ് റൈസും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡിസിഷൻ ആയതുകൊണ്ട് അത് ഫിനാൻസിങ് ഡിസിഷനാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ദി കസ്റ്റമർ ഹാവ് ടു പേ ദി പ്രോഡക്റ്റ് ഈസ് കോൾഡ് പ്രൈസ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ദി എമൗണ്ട് ഓഫ് മണി ദാറ്റ് ദി കസ്റ്റമർ ഹാവ് ടു പേ ദി പ്രോഡക്റ്റ് ഈസ് പ്രൈസ്. പത്താമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് അപ്പെക്സ് അതോറിറ്റി ആസ് പെർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. നാഷണൽ കമ്മീഷൻ.
വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ദി അപ്പെക്സ് അതോറിറ്റി ആസ് പെർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നാഷണൽ കമ്മീഷൻ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് ചോദിക്കാറ്, എങ്കിലും ഞാൻ ബ്രാക്കറ്റ് ഒഴിവാക്കി ഓപ്ഷൻസ് ഇല്ലാതെയാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. അതേ രീതിയിൽ പഠിക്കുന്നതാണ് നല്ലത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2023 നടന്ന സേ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെയർമാൻ ബിലോങ്സ് ടു ഡാഷ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് ചാപ്റ്ററിലെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ടതാണ്. വൺ വേർഡായിട്ടും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ചെയർമാൻ ബിലോങ്സ് ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ് റിലേറ്റഡ് ടു ഡാഷ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ്. എല്ലാത്തിനും നിശ്ചിതമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവണം. അങ്ങനെ പറയുന്ന പ്രിൻസിപ്പിളാണ് ഓർഡർ അഥവാ ക്രമം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നോ സ്മോക്കിംഗ് ഇൻസൈഡ് ദ പ്രിമൈസ് ബിലോങ്സ് ടു ഡാഷ് ടൈപ്പ് ഓഫ് പ്ലാൻ. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി, നോ സ്മോക്കിംഗ് ഇൻസൈഡ് ദ പ്രിമൈസ് ബിലോങ്സ് ടു ഡാഷ് ടൈപ്പ് ഓഫ് പ്ലാൻ. ഉത്തരം റൂൾ. ബിസിനസ് സ്ഥാപനത്തിലാണെങ്കിലും പൊതുസ്ഥലങ്ങളിലാണെങ്കിലും സ്മോക്കിംഗ് പാടില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നതിന് പറയുന്നത് റൂൾ എന്നാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദി ഒബ്ലിഗേഷൻ ഓഫ് സബോർഡിനേറ്റ് ടു പ്രോപ്പർലി പെർഫോം ദി അസൈൻ ഡ്യൂട്ടി ഈസ് കോൾഡ്. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഈ മൂന്ന് ടേമും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഒബ്ലിഗേഷൻ ഓഫ് സബോർഡിനേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. ദി ഒബ്ലിഗേഷൻ ഓഫ് സബോർഡിനേറ്റ് ടു പ്രോപ്പർലി പെർഫോം ദി അസൈൻ ഡ്യൂട്ടി ഈസ് കോൾഡ് റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദി ഫങ്ഷൻ ഓഫ് പുട്ടിംഗ് ദി റൈറ്റ് പേഴ്സൺ ടു റൈറ്റ് ജോബ് ഈസ് കോൾഡ് സ്റ്റാഫിംഗ്. ദി ഫങ്ഷൻ ഓഫ് പുട്ടിംഗ് ദി റൈറ്റ് പേഴ്സൺ ടു റൈറ്റ് ജോബ് ഈസ് കോൾഡ് സ്റ്റാഫിംഗ്. 2023 മാർച്ച് മാസത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിക്രൂട്ട്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പോസിബിൾ കാൻഡിഡേറ്റിനെ ഫൈൻഡ് ചെയ്യുന്നത് റിക്രൂട്ട്മെൻറ്റും പുട്ടിംഗ് ദി റൈറ്റ് പേഴ്സൺ ടു റൈറ്റ് ജോബ് സ്റ്റാഫിങ്ങുമാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡ്യൂസ്മെൻറ്റ് ടു ആക്ട് ഓർ മൂവ് ദി സബോർഡിനേറ്റ് ഇൻ മാനേജ്മെൻറ്റ് ഈസ് കോൾഡ് മോട്ടിവേഷൻ. ഇൻഡ്യൂസ്മെൻ്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നതാണ് ഉത്തരം മോട്ടിവേഷനാണ്. അതായത് പ്രേരണ നൽകൽ, സബോർഡിനേറ്റിനെ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് മോട്ടിവേഷൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി മാനേജ്മെൻറ്റ് ഫങ്ഷൻ ദാറ്റ് എൻഷുവർ ഓൾ തിങ്സ് ആർ ഗോയിങ് ഓൺ അക്കോർഡിംഗ് ടു പ്ലാൻ ഈസ് കോൾഡ് കൺട്രോളിങ്. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടില്ലേ. ദി മാനേജ്മെൻറ്റ് ഫങ്ഷൻ ദാറ്റ് എൻഷുവർ ഓൾ തിങ്സ് ആർ ഗോയിങ് അക്കോർഡിംഗ് ടു പ്ലാൻ ഈസ് കോൾഡ് കൺട്രോളിങ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ രജിസ്റ്ററിങ് എ കംപ്ലൈൻറ്റ് ബൈ എ കൺസ്യൂമർ. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. നാഷണൽ കമ്മീഷൻ. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ദി അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ രജിസ്റ്ററിങ് എ കംപ്ലൈൻറ്റ് ബൈ എ കൺസ്യൂമർ ഈസ് കോൾഡ് നാഷണൽ കമ്മീഷൻ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ദി പ്രിവിലേജ് ഗിവൺ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ടു സബ്സ്ക്രൈബ് ടു എ ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസ് ഈസ് കോൾഡ് റൈറ്റ് ഇഷ്യൂ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്ന പ്രിവിലേജ്, അതായത് ഓൾറെഡി ഷെയർ വാങ്ങിയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് പുതിയ ഇഷ്യൂവിൻ്റെ സമയത്ത്, അതായത് കമ്പനി പുതുതായിട്ട് പിന്നെയും ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ പ്രിവിലേജസ് കൊടുക്കുകയാണ്. ഷെയർ വാങ്ങാനായിട്ട് എമൗണ്ടൊക്കെ താത്തി കുറച്ച് ഷെയർ വാങ്ങാനായിട്ട് ഓഫർ ചെയ്യുകയാണ്. അതിന് പറയുന്ന പേരാണ് റൈറ്റ് ഇഷ്യൂ. പത്താമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ദി എമൗണ്ട് ഓഫ് മണി കസ്റ്റമർ ഹാവ് ടു പേ ടു ഒബ്റ്റെയിൻ എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഈസ് കോൾഡ് പ്രൈസ്. 2023 ഫെബ്രുവരി മാസം നടന്ന മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണിത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓഡ് വൺ. ഒറ്റയാനെ കണ്ടെത്തുക. എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ബി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, സി ചെയർമാൻ, ഡി സൂപ്പർവൈസർ. ഉത്തരം സൂപ്പർവൈസറാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ചെയർമാനും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും ടോപ്പ് ലെവലാണ്.
സൂപ്പർവൈസർ ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ് സീക്സ് ടു ഡിറ്റർമൈൻ ദി എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവെൽ ഇൻ കംപ്ലീറ്റിംഗ് എ ടാസ്ക്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി, ഇറ്റ് സീക്സ് ടു ഡിറ്റർമൈൻ ദി എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവെൽ ഇൻ കംപ്ലീറ്റിംഗ് എ ടാസ്ക് ഈസ് കോൾഡ് ഫാറ്റീഗ് സ്റ്റഡി. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലെ വർക്ക് സ്റ്റഡിയിൽ വരുന്നതാണ്. വർക്ക് സ്റ്റഡിയിലെ ക്വസ്റ്റ്യൻ ഫൈനൽ എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതും റിപ്പീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ സെയിം അല്ല, എന്നാലും ആ ഏരിയയിൽ നിന്ന് തന്നെ വൺ വേർഡ് ചോദിച്ചിട്ടുണ്ട്. ഫാറ്റിക് സ്റ്റഡി പഠിച്ചോണം. ഫാറ്റിക് സ്റ്റഡി എന്താണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇറ്റ് സീക്സ് ടു ഡിറ്റർമൈൻ ദി എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവെൽ കംപ്ലീറ്റിംഗ് ടാസ്ക് ഈസ് കോൾഡ് ഫാറ്റിക് സ്റ്റഡി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാനേജർ പ്ലാൻസ് ആർ ബേസ്ഡ് ഓൺ സർട്ടൻ അസംഷൻസ്. ദേ ആർ ഡിനോട്ടഡ് ബൈ പ്ലാനിംഗ് പ്രിമൈസസ്. മാനേജേഴ്സ് പ്ലാൻ ആർ ബേസ്ഡ് ഓൺ സർട്ടൻ അസംഷൻസ്. ഇറ്റ് ഈസ് കോൾഡ് പ്ലാനിംഗ് പ്രിമൈസസ്. പ്ലാനിംഗ് സങ്കല്പങ്ങൾ. പ്ലാനിംഗ് സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം പ്ലാൻ ചെയ്യുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദി റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് ടു ടേക്ക് ആക്ഷൻ വിത്തിൻ ദി സ്കോപ്പ് ഓഫ് ഹിസ് പൊസിഷൻ. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വൺ വേർഡായിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പഠിച്ചു വെക്കണം. മൂന്നിൻ്റെയും ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഐഡൻറ്റിഫൈ ദി ടേം യൂസ്ഡ് ടു ഡിനോട്ട് റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഗീവ് ഓർഡേഴ്സ് ഇസ് കോൾഡ് അതോറിറ്റി. ഒബ്ലിഗേഷൻ എന്നുള്ള ടേം ഉണ്ടെങ്കിൽ അത് റെസ്പോൺസിബിലിറ്റി ആണ്. ഇവിടെ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് അതോറിറ്റിയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് പോസിബിൾ കാൻഡിഡേറ്റ് ഫോർ എ ജോബ് ഈസ് കോൾഡ് റിക്രൂട്ട്മെൻറ്റ്. ഇത് ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് പോസിബിൾ കാൻഡിഡേറ്റ് ഫോർ എ ജോബ് ഈസ് കോൾഡ് റിക്രൂട്ട്മെൻറ്റ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദി മെസ്സേജ് ഇൻ ടു കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ സച്ച് ആസ് വേർഡ്, പിക്ചേഴ്സ് എക്സെട്ര. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നമ്മൾ പഠിക്കുന്നതാണ്. അതിനകത്ത് എൻകോഡിങ്ങും ഡീകോഡിങ്ങും ഉണ്ട്. രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ മെസ്സേജിനെ സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരം എൻകോഡിംഗ് ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി പ്രിൻസിപ്പിൾ വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് only significant deviation which go beyond the permissible limit should be brought to the notice of management. അതായത് പ്ലാനും ആക്ച്വലും തമ്മിലുള്ള ചെറിയ ഡീവിയേഷനൊന്നും മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണ്ട. വലിയ ഡീവിയേഷൻ, ഒരു നിശ്ചിത ലിമിറ്റിന് മുകളിലുള്ള ഡീവിയേഷൻ മാത്രം മാനേജ്മെൻറ്റിനെ അറിയിച്ചാൽ മതി. അതിന് പറയുന്ന പേരാണ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നും പറയാറുണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് നോട്ട് അഫക്റ്റ് ഫിനാൻസിങ് ഡിസിഷൻ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫിനാൻസിങ് ഡിസിഷനെ ബാധിക്കാത്തത്? നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരുന്നത് കോസ്റ്റ്, റിസ്ക്, ബഡ്ജറ്റ്, ഫ്ലോട്ടേഷൻ കോസ്റ്റ്. 4 കാര്യങ്ങളാണ്. ഒരിക്കൽ കൂടി പറയാം. കോസ്റ്റ്, റിസ്ക്, ബഡ്ജറ്റ്, ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഉത്തരം ബഡ്ജറ്റാണ് ഫിനാൻസിങ് ഡിസിഷനെ ബാധിക്കാത്തത്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഡ്വർടൈസിങ് ഫാൾ അണ്ടർ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് എലമെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സ് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രമോഷൻ. അതിലേതിലാണ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അഡ്വർടൈസ്മെൻറ്റ്. മാർക്കറ്റിംഗ് മിക്സ് എലമെൻസും വൺ വേർഡായിട്ട് ചോദിക്കാവുന്നതാണ്. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രമോഷനാണ്. ഇവിടെ ക്വസ്റ്റ്യൻ അഡ്വർടൈസ്മെൻറ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളതാണ്. അഡ്വർടൈസ്മെൻറ്റ് പ്രമോഷനുമായി ബന്ധപ്പെട്ടതാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് അപ്പെക്സ് ബോഡി ഓഫ് റീഡ്രസൽ ഏജൻസി അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓർത്തിരിക്കുക, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ വർഷം ചോദിക്കാറുണ്ട്. 1986 ആണ്. ഇവിടെ ഉത്തരം നാഷണൽ കമ്മീഷൻ. അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷനാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്പെക്സ് ബോഡി നാഷണൽ കമ്മീഷനാണ്. 2023 നടന്ന ഫൈനൽ എക്സാമിൻ്റെയും സേ എക്സാമിൻ്റെയും മോഡൽ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പോകുന്ന 2022 മാർച്ചിൽ നടന്ന ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്.
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഓഡ് വൺ ഔട്ട്. ഇതിനു മുമ്പ് ഇത്തരം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഓപ്ഷൻസ് ഇതൊന്നും ആയിരുന്നില്ല. മാർക്കറ്റിംഗ് മാനേജർ, മാനേജിംഗ് ഡയറക്ടർ, പ്രൊഡക്ഷൻ മാനേജർ, പർച്ചേസ് മാനേജർ. ഇതിൽ ഒറ്റയാൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് ഇതിൽ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ. ഇവിടെ മാനേജിംഗ് ഡയറക്ടറാണ് ടോപ്പ് ലെവലിലുള്ളത്. ബാക്കി മാർക്കറ്റിംഗ് മാനേജറും പ്രൊഡക്ഷൻ മാനേജർ, പർച്ചേസ് മാനേജർ ഇതെല്ലാം മിഡിൽ ലെവലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ടു ഡാഷ് എൻവയോൺമെൻറ്റ്. സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഡയമെൻഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, എക്കോളജിക്കൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഇതെല്ലാമാണ് ഡയമെൻഷൻസ് ഓഫ് എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഇവിടെ ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് സോഷ്യൽ എൻവയോൺമെൻ്റ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി ന്യൂ എക്കണോമിക് പോളിസി 1991 LPG സ്റ്റാൻഡ്സ് ഫോർ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. LPG എന്ന് പറയുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. നാലാമത്തെ ക്വസ്റ്റ്യൻ ദി അസംഷൻസ് ഓഫ് ദി ഫ്യൂച്ചർ അപ്പോൺ പ്ലാൻസ് ആർ ബേസ്ഡ് ഓൺ കോൾഡ്. ഇതിനു മുമ്പ് ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. പ്ലാനിങ് പ്രിമൈസസ് ആണ്. പ്ലാനിനെ ബേസ് ചെയ്യുന്നത് അസംഷൻസ് ആണ്. ചില അസംഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് പ്ലാനിങ് പ്രിമൈസസ്. 2 മാർക്കിന് പ്ലാനിങ് പ്രിമൈസ് എന്താണെന്ന് എഴുതാനും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് ശരിക്കും പഠിച്ചോണം. പ്ലാനിനെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നാം പ്ലാൻ ചെയ്യുന്നത് അതിന് പറയുന്നതാണ് പ്ലാനിങ് പ്രിമൈസസ്, പ്ലാനിങ് സങ്കല്പങ്ങൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദി ട്രെയിനിങ് മെത്തേഡ്സ് ദാറ്റ് ആർ അപ്ലൈഡ് ടു വർക്ക് പ്ലേസ് വൈൽ എംപ്ലോയീസ് ഈസ് ആക്ച്വലി ഡൂയിങ് ദി വർക്ക്. ഓൺ ദി ജോബ് ട്രെയിനിങ്, ഓൺ ദി ജോബ് ട്രെയിനിങ്, ഓഫ് ദി ജോബ് ട്രെയിനിങ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഡിഫറൻസും ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് നെയിം ദി ട്രെയിനിങ് മെത്തേഡ് ദാറ്റ് ആർ അപ്ലൈഡ് ടു വർക്ക് പ്ലേസ് കോൾഡ് ഓൺ ദി ജോബ് ട്രെയിനിങ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദി ടേം ദാറ്റ് ഡിനോട്ട് മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോവേഴ്സ് ഫണ്ട് കോൾഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. The term denote mix between owner's fund and borrowed fund is called a capital structure. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഡൂയിങ് ആൻഡ് കംപ്ലീറ്റിംഗ് ടാസ്ക് വിത്ത് മിനിമം കോസ്റ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ടേം എഫിഷ്യൻസി. ഇതും ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2023 ഫൈനൽ എക്സാമിന് ചോദിച്ച അതേ ക്വസ്റ്റ്യനാണ് 22 വന്നത്. പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. 2022 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് 2023 ഫൈനൽ എക്സാമിന് ചോദിച്ചത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഡൂയിങ് ആൻഡ് കംപ്ലീറ്റിംഗ് ടാസ്ക് വിത്ത് മിനിമം കോസ്റ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ടൈം എഫിഷ്യൻസി. ചെറിയൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ മിനിമം കോസ്റ്റ് എന്നും അവിടെ മിനിമം റിസോഴ്സ് എന്നുമായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഉത്തരം ഓർത്തോണം, എഫിഷ്യൻസിയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു ഈസ് പ്ലാനിങ്. എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിന് പറയുന്നത് പ്ലാനിങ് എന്നാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഡിസൈൻ ടു ഹെൽപ്പ് ദി ഓവറോൾ ഗ്രോത്ത് ഓഫ് എംപ്ലോയീസ് ഈസ് കോൾഡ്. ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ആണ്. അതുകൊണ്ട് അതിന് ഡെവലപ്മെൻ്റ് എന്ന് പറയാം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്നതാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ദി നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ നേച്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അത് പഠിക്കണം. യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, ജനറൽ ഗൈഡ് ലൈൻസ്, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഇതെല്ലാം നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. അതുകൊണ്ട് ഉത്തരം ഓൾ ഓഫ് ദിസ്. 2022 സേ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കൊന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം. സൂപ്പർവൈസർ ബിലോങ്സ് ടു ഡാഷ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റും ഇതും ആവർത്തിച്ച് ഉള്ള ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തത് ചേഞ്ചിങ് ഫാഷൻ ഓഫ് പീപ്പിൾ ബിലോങ്സ് ടു ഡാഷ് ഡയമെൻഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഏത് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചേഞ്ചിങ് ഫാഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതും സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്.
അതേ ഭാഗത്തു നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ചേഞ്ചിങ് ഇൻട്രസ്റ്റ് റേറ്റ് എക്കണോമിക് എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ്. സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി മാനേജ്മെൻറ്റ് ഫങ്ഷൻ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ പ്ലാനിങ്. ഫൈനൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് എന്ന് കണ്ടാൽ ധൈര്യമായിട്ട് നമുക്ക് പ്ലാനിങ്ങിൽ നിന്ന് ഉത്തരം എഴുതാനായിട്ട് പറ്റും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദി ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ വിത്തൗട്ട് ചേഞ്ചിങ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സ്റ്റാറ്റസ്. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ട്രാൻസ്ഫറാണ്. അതോറിറ്റിയിലോ റെസ്പോൺസിബിലിറ്റിയിലോ മാറ്റം വരുത്തുകയാണ് എങ്കിൽ അതിനെ പ്രൊമോഷൻ എന്നും പറയാം. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓഡ് വൺ ഔട്ട്. സൺട്രി ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മിഷനറി. നമുക്കറിയാം ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മിഷനറി ഫിക്സഡ് അസറ്റാണ്. സൺട്രി ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റും. അതുകൊണ്ട് ഉത്തരം സൺട്രി ഡെപ്റ്റേഴ്സ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി മാനേജ്മെൻറ്റ് ഫങ്ഷൻ ദാറ്റ് എൻഷുർ ഓൾ തിങ്സ് ആർ ഗോയിങ് ഓൺ അക്കോർഡിംഗ് ടു പ്ലാൻ. പ്ലാൻ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടക്കുക എന്ന് ഉറപ്പ് വരുത്തുന്നതിന് പറയുന്നതാണ് കൺട്രോളിങ്. ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്തിട്ട് 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ്. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. ഓപ്ഷൻ യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, ജനറൽ ഗൈഡ് ലൈൻ, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, ഓൾ ഓഫ് ദിസ്. നമുക്കറിയാം യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, ജനറൽ ഗൈഡ് ലൈൻ, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഇതെല്ലാം നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. അതുകൊണ്ട് ഉത്തരം ഓൾ ഓഫ് ദിസ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് കോൾഡ് പ്രൈമറി ഫങ്ഷൻ. മാനേജ്മെൻറ്റ് ഫങ്ഷൻ ആരംഭിക്കുന്നത് പ്ലാനിങ്ങിൽ നിന്നാണ്, അതുകൊണ്ട് ഉത്തരം പ്ലാനിങ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ദി ഫോർമർ കൺവേർസേഷൻ കണ്ടക്റ്റഡ് ടു ഇവാലുവേറ്റ് ദി ആപ്ലിക്കൻറ്റ് സ്യൂട്ടബിലിറ്റി ഫോർ എ ജോബ് ഈസ് കോൾഡ്. ഇൻ്റർവ്യൂവിൻ്റെ ടൈപ്സിൽ വരുന്നതാണ് എംപ്ലോയി ഇൻ്റർവ്യൂ. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി നോക്കാം. ഫോർമർ കോൺവെർസേഷൻ കണ്ടക്ട് ടു ഇവാലുവേറ്റ് ദി ആപ്ലിക്കൻറ്റ് സ്യൂട്ടബിലിറ്റി ഫോർ എ ജോബ് കോൾഡ് എംപ്ലോയി ഇൻ്റർവ്യൂ. 2022 മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് കം അണ്ടർ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ശ്രദ്ധിച്ച് വായിച്ച് നോക്കണം. പ്രൊഡക്ഷൻ മാനേജർ, മാനേജിംഗ് ഡയറക്ടർ, ഫോർമാൻ, സൂപ്പർവൈസർ. നമുക്കറിയാം ഫോർമാനും സൂപ്പർവൈസറും ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. മാനേജിംഗ് ഡയറക്ടർ ടോപ്പ് ലെവലാണ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മാനേജറാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് എൻവയോൺമെൻറ്റ് ഈസ് ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ബിസിനസ്സിൻ്റെ കൺട്രോളിൽ വരാത്തത് എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ആണ്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ബിസിനസ്സിനകത്ത് വരുന്ന സാഹചര്യങ്ങളാണ് ബിസിനസ്സിനെ ബാധിക്കുന്നത്. എന്നാൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പുറത്തുള്ള കാര്യങ്ങൾ ബിസിനസ്സിനെ ബാധിക്കും. അതാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അത് നമ്മുടെ കൺട്രോളിലല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പുട്ടിംഗ് പീപ്പിൾ ടു ജോബ് ഡിനോട്ട് ഡാഷ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഉത്തരം സ്റ്റാഫിംഗ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ 2023 കണ്ടതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓഡ് വൺ. പ്രൊസീജിയർ, ബഡ്ജറ്റ്, പോളിസി, റൂൾ. ഉത്തരം ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് സിംഗിൾ യൂസ് പ്ലാനാണ്, അതുകൊണ്ടാണ് അതുമാത്രം ഓഡ് വൺ ആവുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് റെഫേഴ്സ് ടു മിക്സ് ഓഫ് ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോവ്ഡ് ഫണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇതും റിപ്പീറ്റായിട്ട് 2023 ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോവ്ഡ് ഫണ്ട് ഈസ് കോൾഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ. സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പല ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് പ്ലാനിങ്. ഇത് മറ്റൊരു തരത്തിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് പ്ലാനിങ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ നോളജ് ആൻഡ് സ്കിൽ ടു ഡു എ ജോബ്. ട്രെയിനിങ്. ട്രെയിനിങ് ഹെൽപ്സ് ടു ഇൻക്രീസ് നോളജ് ആൻഡ് സ്കിൽ ടു ഡു എ ജോബ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് എൻഷുർ ദാറ്റ് ആക്ടിവിറ്റീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആർ പെർഫോമഡ് ആസ് പെർ പ്ലാൻ. ഉത്തരം കൺട്രോളിങ്. പലതവണ ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടു.
ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിരുത്തി പഠിക്കാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും. പലതവണ ആ ക്വസ്റ്റ്യൻ തന്നെ കേൾക്കുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം പഠിച്ചിരിക്കും. 10ാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റിംഗ് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ എ കോഓപ്പറേഷൻ ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ്, ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. കോമ്പറ്റീഷൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ കോഓപ്പറേഷൻ ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. കോമ്പറ്റീഷൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ കോഓപ്പറേഷൻ, മത്സരമല്ല സഹകരണമാണ് വേണ്ടതെന്ന് പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ്. 14 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെൻറി ഫയോളിൻ്റെ, അത് ജനറൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളും ടെയ്ലറിൻ്റേതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഇതും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓർത്തിരിക്കണം. 2022 ക്വസ്റ്റ്യനും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 2021 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. 1ാമത്തെ ക്വസ്റ്റ്യൻ, നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് എംപ്ലോയി ഡിനോട്ട് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. സോഷ്യൽ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടാണ് അതിന് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് റെഫേഴ്സ് ടു നമ്പർ ഓഫ് സബോർഡിനേറ്റ് അണ്ടർ എ സുപ്പീരിയർ ഡയറക്റ്റ് കൺട്രോൾ. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഒന്നുകൂടി നോക്കാം. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ എ സുപ്പീരിയർ ഡയറക്റ്റ് കൺട്രോൾ. 3ാമത്തെ നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്, പെർവസീവ്, മൾട്ടി ഡയമെൻഷണൽ. ഇതെല്ലാം നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. അതുകൊണ്ട് ഉത്തരം ഓൾ ഓഫ് ദിസ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓഡ് വൺ. സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, മാനേജർ, ഇൻസ്പെക്ടർ. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ വരുന്നതാണ്. അതിൽ ഉൾക്കൊള്ളാത്തത് മാനേജറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെഷറിംഗ് ദി എബിലിറ്റി ഓഫ് പേഴ്സൺ ടു പെർഫോം എ ഗിവൻ ടാസ്ക് ഈസ് കോൾഡ് ട്രേഡ് ടെസ്റ്റ്. Measuring the ability of person to perform a given task, trade test. 6ാമത്തത്, the process of making subordinate to act in a desired manner is motivation. The process of making subordinate to act in a desired manner is motivation. 7ാമത്തെ question, dash communication flows upward or downward. ഉത്തരം വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൺവീനിയൻസ് ഗുഡ്? ന്യൂസ് പേപ്പർ, ജ്വല്ലറി, ടെലിവിഷൻ, ഓൾ ഓഫ് ദിസ്. ജ്വല്ലറിയൊക്കെ ലക്ഷറി ഗുഡ്സിൽ വരുന്നതാണ്. ഇവിടെ കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഇൻ ഇറ്റ് ടു റൈറ്റ് ഓഫ് കൺസ്യൂമർ. കൺസ്യൂമറിൻ്റെ 6 അവകാശങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതിൽ 2 ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചൂസ്. ഇനി നമുക്ക് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഡാഷ് ആർ ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് എ ബിസിനസ്. ഗ്രോത്ത്. സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത് ആർ ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്, പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. പ്രോഫിറ്റ്, ഗ്രോത്ത്, സർവൈവൽ എന്ന് പഠിച്ചു വയ്ക്കുക. ആദ്യം മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിൽ 3 മെയിനായിട്ട് വരുന്നത്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവും സോഷ്യൽ ഒബ്ജക്റ്റീവും പേഴ്സണൽ ഒബ്ജക്റ്റീവും. അതിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിലാണ് 3 ഉള്ളത്. സർവൈവലും പ്രോഫിറ്റും ഗ്രോത്തും. 2ാമത്തെ ക്വസ്റ്റ്യൻ, വൺ സബോർഡിനേറ്റ് മസ്റ്റ് ഓർഡർ ഫ്രം വൺ സുപ്പീരിയർ അറ്റ് എ ടൈം. വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ആസ്? Unity of command. One subordinate must order from one superior at a time is a unity of command. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാൻറ്റിംഗ് അതോറിറ്റി ടു സബോർഡിനേറ്റ് ടു ഓപ്പറേറ്റ് വിത്തിൻ ദി പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഈസ് കോൾഡ് ഡെലഗേഷൻ. ഗ്രാൻറ്റിംഗ് അതോറിറ്റി ടു സബോർഡിനേറ്റ് ടു ഓപ്പറേറ്റ് വിത്തിൻ ദി പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. ഡെലഗേഷൻ, അതായത് അധികാരം ഏൽപ്പിക്കൽ. 4ാമത്തെ ക്വസ്റ്റ്യൻ, റിക്രൂട്ട്മെൻറ്റ് ഈസ് എ ഡാഷ് പ്രോസസ്. നമുക്കറിയാം റിക്രൂട്ട്മെൻറ്റ് ഒരു പോസിറ്റീവ് പ്രോസസ്സും സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ്സുമാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്? ബോണസ്, പ്രോഫിറ്റ് ഷെയർ, പേ ആൻഡ് അലവൻസ്, സ്റ്റാറ്റസ് ആണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് റെഫേഴ്സ് ടു ആസ് എ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ.
നമുക്കറിയാം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെയാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ സോഷ്യൽ ഇൻട്രാക്ഷനാണ്. നമുക്ക് ആരാണ് പ്രത്യേകം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സെൻഡർ ആരാണെന്നോ റിസീവർ ആരാണെന്നോ ഒന്നും കൃത്യമായിട്ട് മനസ്സിലാകുകയില്ല. അത് സോഷ്യൽ കമ്മ്യൂണിക്കേഷനാണ്. ഉത്തരം ഒന്നുകൂടി നോക്കുക. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് റെഫർഡ് ടു ആസ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ, എക്സെപ്ഷണൽ ഡീവിയേഷൻ ഫ്രം സ്റ്റാൻഡേർഡ് ആർ ഓൺലി ബ്രോട്ട് ടു ദ അറ്റൻഷൻ ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ്. ഐഡൻറ്റിഫൈ ദ ടേം മെൻഷൻ ഹിയർ. എക്സെപ്ഷണൽ ഡീവിയേഷൻ മാത്രമേ ടോപ്പ് മാനേജ്മെൻറ്റിനെ അറിയിക്കാൻ പാടുള്ളൂ. ഇത് നമ്മൾ മുമ്പ് കണ്ടായിരുന്നു. കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നോ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നോ പറയാം. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആക്ടിങ് ആസ് സൈലൻറ്റ് സെയിൽസ്മാൻ ഇൻ മാർക്കറ്റിംഗ്. പാക്കേജിംഗ്. പാക്കറ്റിൻ്റെ ആകർഷണീയത കണ്ടാണ് പലരും സാധനം എടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സൈലൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ അപ്പെക്സ് അതോറിറ്റി ടു സീക്ക് റീഡ്രസൽ ഫോർ എ കൺസ്യൂമർ ഇൻ ഇന്ത്യ അണ്ടർ എ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. നാഷണൽ കമ്മീഷൻ. നമ്മളിതിനു മുമ്പ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ 2 സ്ഥലത്ത് കണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നായിരുന്നു? 1986. 2021 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1ാമത്തെ ക്വസ്റ്റ്യൻ, പോളിസി ഫോർമുലേഷൻ ഈസ് ദി ഫങ്ഷൻ ഓഫ് ഡാഷ് മാനേജ്മെൻറ്റ്. പോളിസി ഫോർമുലേഷൻ ഈസ് ദി ഫങ്ഷൻ ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. 2ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേം ഡിനോട്ട് വൺ ബെസ്റ്റ് വേ ടു പെർഫോം എ ജോബ്. മെത്തേഡ് സ്റ്റഡി. വർക്ക് സ്റ്റഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കുക. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ വരുന്നതാണ് വർക്ക് സ്റ്റഡി. ദ ടേം ഡിനോട്ട് വൺ ബെസ്റ്റ് വേ ടു പെർഫോം എ ജോബ്. മെത്തേഡ് സ്റ്റഡി. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാൻഡിങ് അതോറിറ്റി ടു സബോർഡിനേറ്റ് ടു ഓപ്പറേറ്റ് വിത്തിൻ ദി പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഈസ് കോൾഡ് ഡെലഗേഷൻ. എക്സാം എഴുതുന്ന കുട്ടികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മോഡൽ എക്സാമിൽ നിന്നും അതുപോലെ തന്നെ ഫൈനൽ എക്സാമിൽ നിന്നും ക്വസ്റ്റ്യൻസ് ആവർത്തിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ ഇതേ 1 വേർഡ് ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചോദിച്ചതാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ നെഗറ്റീവ് പ്രോസസ് ഇൻ സ്റ്റാഫിംഗ്. സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡയറക്ഷൻ. ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഡെലഗേഷൻ. സ്ലൈഡിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. ഡാഷ് ഈസ് റെഫേർഡ് ടു ആസ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ, എക്സെപ്ഷണൽ ഡീവിയേഷൻ ഫ്രം സ്റ്റാൻഡേർഡ് ആർ ഓൺലി ബ്രോട്ട് ടു ദ അറ്റൻഷൻ ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആക്ടിങ് ആസ് സൈലൻറ്റ് സെയിൽസ്മാൻ. പാക്കേജിംഗ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി അപ്പെക്സ് അതോറിറ്റീസ് ടു സീക്ക് റീഡ്രസൽ ഫോർ കൺസ്യൂമർ ഇൻ ഇന്ത്യ അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. നാഷണൽ കമ്മീഷൻ. 2020 മാർച്ച് മാസം നടന്ന ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻട്രാക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കണോമി വിത്ത് ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഗ്ലോബലൈസേഷൻ. നമ്മൾ LPG പഠിക്കുന്നുണ്ട്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. 3ൻ്റെയും മീനിങ് പഠിക്കണം. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ലീഡ് ടു പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ. ഡിവിഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ സ്ട്രക്ചർ ലീഡ്സ് ടു പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ. 3ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് ഇക്വേഷൻ റിലേറ്റിംഗ് ടു വർക്കിംഗ് ക്യാപിറ്റൽ. എല്ലാ ഇക്വേഷനും നോക്കണ്ട, ഇത് മാത്രം പഠിക്കുക. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓഡ് വൺ റിലേറ്റിംഗ് ടു ഫീച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഓപ്ഷൻസ് മാറ്റമുണ്ട്. യൂണിവേഴ്സൽ, ഫ്ലെക്സിബിൾ, ബിഹേവിയറൽ, റിജിഡിറ്റി. മറ്റ് 3 ഫീച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റിയും ഫ്ലെക്സിബിളും ബിഹേവിയറലും. ഉത്തരം റിജിഡിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ബാബു ഈസ് ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് പ്രീമിയർ ലിമിറ്റഡ്. നെയിം ദി ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഹി ബിലോങ്സ്. ടോപ്പ് ലെവൽ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടോപ്പ് ലെവലാണ്.
ആറാമത്തെ ക്വസ്റ്റ്യൻ ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആണ്. ദി പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് 1954, ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. വിച്ച് ഈസ് കോൾഡ് സൈലൻറ്റ് സെയിൽസ്മാൻ പാക്കേജിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ PERT സ്റ്റാൻഡ്സ് ഫോർ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഒന്നുകൂടി PERT എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വിച്ച് ഇൻക്രീസ് മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഫങ്ഷണൽ സ്ട്രക്ചർ ഇൻക്രീസ് മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി.